ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബേസിക് മാത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്ത് അഡീഷൻ സബ്ട്രാക്ഷൻ ആയിരുന്നു. അതായത് നമുക്ക് ഏതൊരു രണ്ട് സംഖ്യകൾ നെഗറ്റീവ് സംഖ്യയോ പോസിറ്റീവ് സംഖ്യകളോ വന്നാലും നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഈ മൾട്ടിപ്ലിക്കേഷനകത്ത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ സൈനുകൾ. അപ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഒരു 12 വരെയുള്ള പട്ടിക അറിഞ്ഞിരിക്കാൻ, ഗുണപട്ടിക അറിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക കാൽക്കുലേഷനും സ്പീഡിൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ നോക്കുന്നത് ഏതൊരു രണ്ട് പോസിറ്റീവ് സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള സംഖ്യയാണ്. അതുപോലെ ഏതൊരു പോസിറ്റീവ് സംഖ്യയും ഏതൊരു നെഗറ്റീവ് സംഖ്യയും ഗുണിച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടൊരു സംഖ്യയാണ്. നെഗറ്റീവ് സംഖ്യ പോസിറ്റീവ് സംഖ്യ തീർച്ചയായിട്ടും എന്താണ്, അത് തിരിച്ചു വന്നാലും നമുക്ക് എന്തായിരിക്കും ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് അവിടെ ലഭിക്കുന്നത് ഒരു പോസിറ്റീവായിട്ട് സംഖ്യയാണ്. ഇത് നമുക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നിയാൽ ഇതാണ് നമ്മൾ പലയിടത്തും കൊണ്ടുപോയി തെറ്റിക്കാറ്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു പോകാൻ പറ്റും. അതായത് 4x3 ഇവിടെ സൈനുകളൊന്നുമില്ല, അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവ് സംഖ്യ അഥവാ അതിസംഖ്യകൾ എന്നാണ് പറയാം. 4x3 നമുക്കറിയാം 12. അതായത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ ഗുണിച്ച് നമുക്ക് ആരെ കിട്ടി? രണ്ട് പോസിറ്റീവ് സംഖ്യ. അങ്ങനെയെങ്കിൽ 4x-3 ഈ ഉത്തരത്തിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. 4 3 ഗുണിക്കുക 12 ആണ് ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് നെഗറ്റീവ് സൈനോടെ കൊടുക്കുന്നു, അത് -12 ആവും. അതുപോലെ നമ്മൾ ഈ മൂന്നാമത് എഴുതുക, ആദ്യത്തെ സംഖ്യക്കാണ് നമ്മളിവിടെ നെഗറ്റീവ് കൊടുക്കുന്നത്. അപ്പൊ -4x3 നമ്മൾ ഇവിടെ ചെയ്ത പോലെയാണ്. നമ്മൾ മൈനസ് നോക്കാതെ എന്ത് ചെയ്യുക, 4 3 ഗുണിക്കുന്നു. 4 3 ഗുണിച്ചാൽ 12 ലഭിക്കുന്നു. കോമൺ ആയിട്ട് നമ്മൾ മൈനസ് കൊടുക്കും. ഇവിടെ നമ്മൾ നാലാമത് എഴുതിയത് എന്താണ്? രണ്ട് നെഗറ്റീവ് സംഖ്യകളാണ്. അപ്പൊ രണ്ട് നെഗറ്റീവ് -4x-3. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ഗുണിച്ചാൽ പോസിറ്റീവ് ആണ്. 4x3 12 ആണ്. അപ്പൊ മൈനസ് എന്താണ്? ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് ഒരു പോസിറ്റീവ് സംഖ്യ ലഭിക്കുന്നു. നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് സംഖ്യ ആയിരിക്കും ലഭിക്കുന്നത്. നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് സംഖ്യ. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 7x-3 5x-7 -8x-2 -2 -6x-4. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ആണെന്ന് സംഖ്യകളും നോക്കുക, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണ് നോക്കുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. 7-3 ഗുണിച്ചാൽ നമുക്ക് 21 ആണ്. ഇവിടെ ഒരു സംഖ്യയിൽ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. അപ്പൊ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. 7-5 നമ്മൾ നോക്കിയപ്പോൾ രണ്ടും എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 ലഭിക്കും. അടുത്ത് നമ്മൾ നോക്കിയപ്പോൾ രണ്ട് നെഗറ്റീവ് നമുക്ക് തീർച്ചയായിട്ടും ആരായിരിക്കും? പോസിറ്റീവ് സംഖ്യ. 8x2 16 ആണ്. അപ്പൊ പോസിറ്റീവ് 16 അഥവാ +16. അടുത്ത -6x-4 ആണ്. -6x-4 24 ആണ്. ഇവിടെ ഒരു സംഖ്യക്ക് മൈനസ് ആണ്, ഒരു സംഖ്യ മൈനസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.